ഹായ് ഫ്രണ്ട്സ്, ജിസ്റ്റ് വ്ളോഗിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചിട്ട് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓണത്തിൻ്റെ ഓഫറിൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എടുക്കാൻ തയ്യാറായിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് LGയുടെ ബ്രാൻഡാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. അതിനകത്ത് നിന്ന് ഫ്രിഡ്ജായാലും വാഷിംഗ് മെഷീനായാലും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് LG ആണ്. LGക്ക് കംപ്ലയിൻറ്റ്സ് കുറവാണ്. അതുപോലെ തന്നെ സ്പെയറുകൾ നമുക്ക് സ്പെയർ പാർട്സ് കടകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ വിളിച്ച് അവരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം തന്നെ വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ടെക്നോളജി ഇൻവെർട്ടഡ് ടെക്നോളജിയിലാണ് ഇപ്പോൾ എല്ലാം ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് തീരെ കുറച്ച് മതി എന്നുള്ളൊരു പ്രത്യേകതയാണ് അതിന് ഏറ്റവും വലിയ ഗുണമാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തുള്ളൊരു ഒരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ ബോർഡുകൾ അതുപോലെ ലൈറ്റ് ഇടിവെട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് ആവാം. ആദ്യം ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുൻപുള്ള ഫ്രിഡ്ജുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ബോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല നിലവിൽ. അത് സാധാ റിലേയും കാര്യങ്ങളൊക്കെ വെച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനധികം ചിലവ് വരുന്നില്ല. ഇപ്പോഴത്തേത് ഇത്തിരി ചിലവുണ്ട്, പക്ഷേ അതനുസരിച്ച് നമുക്ക് കറണ്ട് കാശിൽ ഒരുപാട് കുറവ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ LGനെ സംബന്ധിച്ച് ഒരുപാട് ഇതിൻ്റെ ഇപ്പോൾ ഫ്രിഡ്ജിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ബോട്ടിൽ റാക്കോ അല്ലെങ്കിൽ ഒരു ഫ്രീസറിൻ്റെ ഡോറോ അതിൻ്റെ ഉള്ളിൽ ട്രേയോ എന്തെങ്കിലും ഒന്ന് ഒടിഞ്ഞു പോയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ കടയിലും പോയി കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം പൈസ ഇല്ലാതെ നമുക്കത് വാങ്ങിച്ചിടാൻ പറ്റും. പക്ഷേ വേറൊരു ബ്രാൻഡിനോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാംസങ് ആയാലും നല്ല ബ്രാൻഡിന് നമ്പർ 1 നമ്പർ 2 ആയിട്ട് കിടക്കുന്നത് സാംസങ് ആണ്. അവരുടെയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും നല്ലതാണ്. കംപ്ലയിൻറ്റ്സ് ഒന്നും അധികം വരാത്തൊരു കമ്പനി തന്നെയാണ്. അവരും ഇൻവെർട്ടർ ടെക്നോളജിയിലാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേൾപൂളിനെ സംബന്ധിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് സെമിയാണ് അവർക്ക് ഒരുവിധം കുഴപ്പമില്ലാത്തൊരു വാഷിംഗ് മെഷീനായിട്ട് നിൽക്കുന്നത്. അവരുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ അവരുടെ ഇൻവെർട്ടർ ടെക്നോളജി അവർക്ക് അത് പോരാ. ബോർഡുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടണില്ല. സർവീസ് സെൻറ്ററിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരാനായിട്ട് വൈകണ്. അതേപോലെ തന്നെ എന്താ പറയുക, സർവീസ് സെൻറ്റർ ഇവിടെ റിപ്പയർ ചെയ്യുന്ന കടക്കാരെ പോയി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്കും ഇത് കിട്ടാത്തവന്, അതല്ല ബോർഡ് റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുത്തിട്ടും അവിടെ നിന്നും അവർക്ക് ചെയ്യാൻ പറ്റണില്ല. ആ ടെക്നോളജിയുടെ ഒരു പ്രശ്നം കൊണ്ടാണത്. നമുക്ക് സ്പെയറുകൾ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വേൾപൂളിൻ്റെ ഫ്രിഡ്ജ് നിലവിൽ കംപ്ലയിൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡബിൾ ഡോറിനെ സംബന്ധിച്ചും വേൾപൂളിൻ്റെ അത്ര പോരാ. അതും ഇത് തന്നെയാണ്. ഇൻവെർട്ടർ ടെക്നോളജി ആണെങ്കിൽ വേൾപൂൾ എടുക്കരുതെന്ന് നമ്മൾ പറയുള്ളൂ. അതേപോലെ സാംസങ് നമുക്ക് എടുക്കാം. അതേപോലെ സാംസങ്ങിൻ്റെ എല്ലാ സ്പെയറുകളും നമുക്ക് നാട്ടിൽ കിട്ടും. അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ വിളിച്ച് കഴിഞ്ഞാൽ അവരും LGയുടെ ആൾക്കാരെ പോലെ തന്നെ അവരും പെട്ടെന്ന് വന്ന് ചെയ്തു തരും. സെമി ഓട്ടോമാറ്റിക് ആയാലും ഇപ്പോൾ LGയുടെ സെമി ഓട്ടോമാറ്റിക്കാണ് ഏറ്റവും നമ്പർ 1. ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ ഒരു 15 വർഷം നിങ്ങൾക്ക് ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അത്രയും ക്വാളിറ്റിയോടെയാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവരുടെ തന്നെ സെയിം ഡിസൈനിൽ ഒരുപാട് കമ്പനികൾ വേറെ ഇറക്കുന്നുണ്ട്. പക്ഷേ അത് സക്സസ് അല്ല. നിങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധികം നാളെ ലൈഫ് കിട്ടില്ല. അതുപോലെ തന്നെ വേൾപൂളിൻ്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും ഇതേപോലെ തന്നെ അതിന് ബയറിങ് കംപ്ലയിൻ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റമ്പ്, അതായത് എന്താ പറയുക, സസ്പെൻഷൻ കംപ്ലയിൻ്റ് ആയിട്ട് വരാറുണ്ട്. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് നിലവിൽ അതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സെമിയാണ് നമുക്ക് നല്ലത്. അതല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട് ലോഡ് എടുക്കുക. കാരണം ഫ്രണ്ട് ലോഡിലും ഇതേപോലെ തന്നെ വെള്ളം കുറച്ച് മതി. ടോപ്പ് ലോഡ്, അതായത് ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒരിക്കലും അത് എടുക്കരുത്. കാരണം വെള്ളം ഒരുപാട് അതിന് ആവശ്യമാണ്. ഒരു 30 ലിറ്റർ വെള്ളമെങ്കിലും ഒരു അലക്കിന് വേണ്ട. അപ്പോൾ ഒരു 100 ലിറ്റർ അല്ലെങ്കിൽ 90 ലിറ്ററോളം വെള്ളം നമുക്കത് ആവശ്യമാണ്. പിന്നെ ഫ്രണ്ട് ലോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് ലോഡും ഇതേപോലെ തന്നെ ഈ 2 ബ്രാൻഡ് ഞാൻ പറഞ്ഞ LG സാംസങ് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. പിന്നെ ബോഷ് നല്ലതാണ്, IFB നല്ലതാണ്, കുഴപ്പമില്ല. IFBക്ക് 4 വർഷം വാറണ്ടി കമ്പനി തരുന്നുണ്ട്. LGക്ക് 2 വർഷമാണ് തന്നത്. സാംസങ്ങിന് 2 വർഷമാണെന്ന് തോന്നുന്നു. അതേപോലെ പിന്നീട് ബോഷിൻ്റെ ലേറ്റസ്റ്റ് മോഡലുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലയിൻസ് ഉണ്ട്. നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. ഇപ്പോഴത്തെ പഴയ മോഡൽ ടോപ്പായിരുന്നു, അടിപൊളി മെഷീനായിരുന്നു. ഇപ്പോഴത് പുതിയ മോഡലുകൾക്ക് ഒരു ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലും അതും ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത് നിർത്തുകയാണ്. അപ്പം എടുക്കാനായിട്ട് താല്പര്യമുള്ളവർ ഈ 2 ബ്രാൻഡ് മാത്രം എടുക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ വേറെ എടുത്ത് ഒരു 2-3 വർഷത്തിനുള്ളിൽ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഓരോന്നിനെ പറ്റി ഞാൻ അടുത്ത ദിവസം ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യുക. അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടി ഒന്ന് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കേ.